ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. വെള്ളപ്പൊക്കം പ്രമേയമാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഉള്ളൊഴുക്ക്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പാർവതി ഉർവശി കോംബോയുടെ ഉള്ളൊഴുക്ക് കൃത്യം 5 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷൻ, ഒപ്പം തന്നെ സിനിമയുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 11,90,000 മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച അത് 10 ലക്ഷത്തിന് മുകളിലാണ്. സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അത്രത്തോളം കളക്ഷനെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നത്തോടെ സിനിമയുടെ കേരള ആകെ ഗ്രോസ് 1,80,00,000 മുകളിൽ കടക്കും എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു ലെവൽ കളക്ഷനിലേക്ക് വലിയൊരു തരംഗത്തിലേക്ക് സിനിമ ഇനിയും എത്തപ്പെട്ടിട്ടില്ല. സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 10 കോടിയോളം രൂപ 2022 ചിത്രീകരിച്ച സിനിമയ്ക്കുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അപ്പോൾ ഇനിയും നല്ലൊരു കളക്ഷൻ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. സിനിമയുടെ ഒരു ഒഴുക്ക് ശക്തമാകേണ്ടതായിട്ടുണ്ട്, കളക്ഷൻ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഴ്ചയാണ് സിനിമ UAE, GCC ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ ട്രെൻഡിങ് കളക്ഷൻ എല്ലാം തന്നെ എത്രത്തോളം മികച്ചു നിൽക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഉള്ളൊഴുക്കിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്.